അപ്പോൾ ആശാമാരെ നമുക്കിവിടെ ചെറിയ വെളങ്ക്ലാവിൻ്റെ എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. അതായത് ഇത് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള റൂമാണ് കേട്ടോ. അതായത് 10 അടി വീതി 11 അടി നീളമുണ്ട് കേട്ടോ ആ റൂമിന്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബാത്റൂമുണ്ട്. നമുക്കിവിടെ ഏറ്റവും വലിയ മുട്ട് തീർക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് 10 അടി നീളം അതേപോലെ 4 അടി വീതിയുണ്ട് കേട്ടോ ബാത്റൂം. ആകെ ഒരെണ്ണം ഉള്ളു ഇവിടെ. അതായത് നമുക്കിവിടെ വീടിൻ്റെ ഇടനാഴിയിലോട്ട് കയറി കഴിഞ്ഞാൽ 3 ഡോറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം കം ഹാളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ആശാമാരെ ഇത് നമ്മുടെ പരിതാമസത്തിൻ്റെ നിങ്ങൾ ഒരേ ഒരു ആളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അലമ്പ് കാണിച്ചപ്പോൾ തലക്കിട്ട് ഒരു അടി കൊടുത്ത് എടുത്തേക്കണേ. നമ്മുടെ വാഷ് ബേസും വെച്ചേക്കണൊക്കെ നമ്മൾ 8mm ഗ്ലാസ് തന്നെയുണ്ട്. 8mm ടെമ്പർ ഗ്ലാസ് ഇട്ട് തന്നെയുണ്ട് നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്യും. ഇത് നമ്മുടെ ബാൽക്കണി ഉണ്ട്. അതായത് മൊത്തം 15 അടി നീളം 10 അടി വീതിയും കിട്ടിയിട്ടുണ്ട് ബാൽക്കണിക്ക് മുകളിലാണ്. അപ്പോൾ നമ്മൾ നേരെ മരത്തിൻ്റെ വുഡിൻ്റെ സ്റ്റെപ്പാണ് ചെയ്തേക്കണം. അതിലാണ് കയറി ചെന്ന് കഴിഞ്ഞാൽ ബാൽക്കണിയാണ്. അതേപോലെ നമ്മൾ പുറത്തോട്ടുള്ള വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ്സാണ് സെറ്റ് ചെയ്തേക്കണം. അതെല്ലാം 6mm ഗ്ലാസ് ആണ് കേട്ടോ. എല്ലാം 6mm ടെമ്പർ ഗ്ലാസ് തന്നെ ഇട്ടേക്കണം. അപ്പോൾ മുകളിൽ ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ. അത് 250 രൂപ ഉണ്ട്. 12 അടി ഒരു ലെങ്ത് പീസിന് ഒരടി വീതി 12 അടിയുടെ നീളത്തിന് 250 രൂപയാണ്. അങ്ങനെയാണ് നമ്മൾ അത് സെറ്റ് ചെയ്തേക്കണം കേട്ടോ. അത് ഒരു പീസിന് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ബാൽക്കണി നോക്കുമ്പോൾ ഇങ്ങനെയുണ്ട് വ്യൂ. അതായത് ചെറിയ വീടാണെങ്കിൽ ശരി, അതല്ല അതിൻ്റെ ബാൽക്കണി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ. അതായത് സെറ്റപ്പാണ്. അതായത് നമ്മളൊരു വിദേശ വീടിൻ്റെ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പലരും അത് നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ ഓടിൻ്റെ അതേ തറയിൽ നിന്ന് അതിൻ്റെ ടോപ്പ് വരെ വന്നേക്കണ 20 അടിയുണ്ട് കേട്ടോ. ഒരു 2 നില വീടിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 2 ഇത് ബാൽക്കണിയൊക്കെ ആക്കാൻ പറ്റിയത്. അപ്പോൾ 10 അടി സ്ലോപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡ്രസ്സിന്. അപ്പോൾ അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ മുകളിൽ നിന്ന് താഴത്ത് വരെ എന്നുള്ള 20 അടിയുണ്ട് കേട്ടോ ഹൈറ്റ്. അതായത് ഒരു 2 നില വീടിൻ്റെ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ പൈസ കുറഞ്ഞ് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാന്ന് നോക്കിയതുണ്ട്. അതായത് 6 ലക്ഷം രൂപ, ഒരു 6 ലക്ഷം രൂപ. പിന്നെ നമ്മൾ ഭൂമിയൊക്കെ ഒന്ന് പൊക്കേണ്ടി വന്നു ഒരടിക്ക്. അങ്ങനെ അതൊരു 1 ലക്ഷം രൂപയോളം പോയിട്ടുണ്ട് ഭൂമി പൊക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ആകെ 6 ലക്ഷം രൂപ ആണ് വന്നേക്കണത് ഇതിന്. അതേപോലെ നമ്മൾ ബെഡായിട്ട് സെറ്റ് ചെയ്തേക്കണത് വേണ്ട, സോഫ കം ബെഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അത്. അപ്പോൾ അതിൻ്റെ ബെഡ് മേടിച്ചിട്ടില്ല. ബെഡ് മേടിക്കാൻ 5000 രൂപയാണ് പറയണത് ബെഡിന് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ അത് പിന്നീട് സെറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ഇൻറ്റീരിയലൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. അതായത് കബോർഡൊക്കെ നമ്മൾ ഹാൻഡ് ഗ്രൈൻഡറും കൊണ്ട് കട്ട് ചെയ്തൊക്കെയാണ് എല്ലാം സെറ്റ് ചെയ്തത്. അതേപോലെ എല്ലാ സെറ്റപ്പും അതിനൊക്കെയാണ് ഒരു ഇത്തിരി പൈസ വന്നേക്കണത്. അതേപോലെ ആശാമാർ ഓട് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡബിൾ ഗാഡി തന്നെ എടുക്കാൻ നോക്കണുണ്ട്. പഴയ ടൈപ്പ് ഓടുകളൊക്കെ ഉണ്ട്, സിംഗിൾ ഗാഡി. അതൊന്നും എടുത്തിട്ട് കാര്യമില്ല. കാരണം അത് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒരു തരി ലീക്കില്ല കേട്ടോ. ഇത്രയും ഇപ്പോൾ 2 കൊല്ലമായി ഇത് പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ നല്ല മഴകളൊക്കെ വന്നിട്ടും വലിയ ലീക്കൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഒരു ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു ഗാർഡനാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അതെല്ലാം 6mm ഗ്ലാസ് ഉണ്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ സൈഡിൽ നമ്മുടെ പഴയ ഈ ഉടുത്ത തുണികളൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്തേക്കണത്, ഒരു അലമാരി പോലെ. അതൊക്കെ നമ്മൾ തന്നെ ഹാൻഡ് ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്തുണ്ടാക്കിയാണ്. അലൂമിനിയത്തിൻ്റെ ജെ കിച്ചൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട് പണിതിട്ട് നമ്മൾ വേറെ ഒന്നും നടത്തിയില്ല. പെരതാമസം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ആകെ അപ്പോൾ നമ്മുടെ ആശാന്മാരെ മാത്രം കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടത്. അപ്പോൾ ആശാന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ.